നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. നിക്ഷേപത്തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഇടുക്കിയിൽ സഹകാരികളുടെ പ്രതിഷേധം. നിക്ഷേപകർ പ്രതിഷേധമിരുന്നത് നെടുങ്കണ്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിൽ. വർഷങ്ങൾക്ക് മുൻപ് നിക്ഷേപിച്ച തുകയുടെ മുതലും പലിശയും ലഭ്യമാകുന്നില്ലെന്ന നിക്ഷേപകർ. വണ്ടിപ്പെരിയാർ ടൗണിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നത് മാർക്കറ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കടകളിൽ. അടിമാലി ഇരുമ്പപാലത്ത് പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോറിൽ മോഷണം നടന്നതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണവുമായി പോലീസ്. മൂന്നാറിൽ വീണ്ടും കാറിൽ അപകട യാത്ര. ദേശീയപാതയിലൂടെ അപകടകരമാം വിധം യാത്ര ചെയ്തത് തമിഴ്നാട് രജിസ്ട്രേഷനിൽ ഉള്ള വാഹനത്തിലെ യാത്രക്കാർ. കഴിഞ്ഞ ദിവസം കാറിൽ സാഹസിക യാത്ര നടത്തിയ തെലങ്കാന സ്വദേശികൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു. അടിമാലി എക്സൈസ് റേഞ്ച് സംഘം ആരോഗ്യ വിഭാഗവുമായി ചേർന്ന് അടിമാലിയിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പരിശോധന നടന്നത് സ്കൂൾ പരിസരം ഉൾപ്പെടെ കേന്ദ്രീകരിച്ച. പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം സൂക്ഷിച്ചവർക്കെതിരെ നടപടി. വിശദമായ വാർത്തകളിലേക്ക്. നിക്ഷേപത്തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഇടുക്കിയിൽ സഹകാരികളുടെ പ്രതിഷേധം. നെടുങ്കണ്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിലാണ് നിക്ഷേപകർ പ്രതിഷേധമിരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നിക്ഷേപിച്ച തുകയുടെ മുതലും പലിശയും ലഭ്യമാകുന്നില്ലെന്നാണ് നിക്ഷേപകരുടെ ആരോപണം. വർഷങ്ങൾക്ക് മുൻപ് നിക്ഷേപിച്ച തുകയുടെ മുതലും പലിശയും ലഭ്യമാകുന്നില്ലെന്നാണ് നിക്ഷേപകരുടെ ആരോപണം. നെടുങ്കണ്ടം താന്നിമൂട് സ്വദേശിയായ 87-കാരി ഇന്ദിരാ സദാനന്ദൻ 2.5 വർഷം മുൻപാണ് 3 ലക്ഷം രൂപ ഡീലേഴ്സ് ബാങ്കിന്റെ നെടുങ്കണ്ടത്തെ പ്രധാന ശാഖയിൽ നിക്ഷേപിച്ചത്. മറ്റൊരു ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം കൂടുതൽ പലിശ ലഭിക്കുമെന്ന് പ്രലോഭിപ്പിച്ച ഇവിടേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ മുതലിനും പലിശയ്ക്കുമായി ബാങ്കിൽ കയറിയിറങ്ങുകയാണെന്ന് വയോധികയായ ഇന്ദിര പറയുന്നു. ചെന്ന് കഴിഞ്ഞ് എന്നിട്ട് ഇവള് പറഞ്ഞെന്തോന്നറിയാം, ബാങ്കിലിടാനൊന്നും പറയരുത്, വേറെ ബാങ്കിലിടാനാണെന്ന് പറയരുത്, എൻ്റെ മോളോടും പറയരുത്, ഒരു മോളുണ്ട്, മോളോടും പറയരുത്, കാശ് പറയാതെ വേണം എന്തായിട്ട് കൊണ്ടുപോയി. അവള് കൃഷ്ണനമ്പലത്തിന് തിരിച്ച് വന്ന് ഞാൻ വന്നിറങ്ങിയപ്പോൾ ഇവള് ഓടി വന്ന് മേടിച്ചുകൊണ്ട് വന്ന് അവള് കൊണ്ട് കൊടുത്തു. ഇപ്പൊ അവള് പറയാ, അവള് കൈമലത്തി കാണിക്കുക. ഞാനങ്ങനെ പറഞ്ഞു 3.5 ലക്ഷം തിരിച്ചൊന്നും തന്നെന്ന് പറഞ്ഞ് പലപ്പോഴായിട്ട് 10,000 രൂപ തന്നിട്ടുണ്ട്. ഇന്നലെ 2,000 തന്നു. അതിന് മുമ്പ് 2 പ്രാവശ്യമായിട്ട് 2,000 വെച്ചിരുന്നു. ഒരു പ്രാവശ്യം 3,000 തന്നു. അവര് പറയുന്നത് തരാന്ന് പറയുന്നു, അല്ലാതെ തരത്തില്ല. പറഞ്ഞ് അവധി എല്ലാം കഴിഞ്ഞു, അവര് തരത്തില്ല. അവര് പറയുന്ന ഒരു സെക്രട്ടറി പറയുന്നത് തരാം അമ്മ വിഷമിക്കണ്ട, തരാം. നിക്ഷേപ സമാഹരണത്തിന്റെ പേരിൽ നിരവധി സാധാരണക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ ബാങ്കിൽ നിക്ഷേപിപ്പിച്ചിട്ടുണ്ട്. കൂലിവേല ചെയ്തും മറ്റും സ്വരൂപിച്ച പണം എന്ന് തിരികെ ലഭിക്കുമെന്ന് അറിയാതെ ദിവസേന ബാങ്കിൽ കയറിയിറങ്ങേണ്ട ഗതികേടിലാണിവർ. ഉടൻ പണം തിരികെ നൽകുമെന്ന സ്ഥിരം പല്ലവിയാണ് ഓരോ തവണയും നിക്ഷേപകർക്ക് ലഭിക്കുന്നത്. ഓരോ അവധിക്കും ബാങ്കിലെത്തുമ്പോൾ അടുത്ത അവധി പറയും. പലപ്പോഴും സെക്രട്ടറിയും ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാരും ബാങ്കിൽ ഉണ്ടാവാറില്ലെന്നും നിക്ഷേപകർ പറയുന്നു. യൂൻസാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിർബന്ധമായിട്ടും പറഞ്ഞ് പൈസ മേടിച്ചത്. എപ്പോൾ ചോദിച്ചാലും തരാൻ ചേച്ചി ഇട്ടോ, ഏത് സമയമാണേലും എന്നെ തലേ ദിവസം ഒന്ന് വിളിക്കണമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എപ്പോഴാവശ്യം ഉണ്ടെങ്കിലും തരാമെന്ന് പറഞ്ഞു. എൻ്റെ കൊച്ചിൻ്റെ ആവശ്യത്തിനും ഒക്കെ വേണ്ടിയായിട്ട് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് പോസ്റ്റ് ഓഫീസിലിട്ടും ചിട്ടി പിടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ പൈസയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ പേരിൽ 6 ലക്ഷം രൂപ ഇട്ടത്. അപ്പോൾ കൊച്ചിൻ്റെ ആവശ്യം വന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചി തരാം വിഷമിക്കേണ്ട, എപ്പോഴാണേലും ഞാൻ തന്നോളാം എന്ന് പറഞ്ഞ് ഇപ്പം ഈ 2 വർഷം കൊണ്ട് 1.5 വർഷം കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ തരാം, ഇപ്പം തരാം, പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞാൻ യൂൻസിനെ വിളിച്ചു, പിന്നെയും ചോദിച്ചു, യൂൻസെ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല, ഞങ്ങൾക്ക് പൈസ കിട്ടിയേ പറ്റുള്ളൂ, ഞങ്ങൾ ഇവിടെ 2 പേരും ജോലിയും വേലയൊന്നും ഇല്ലാതിരിക്കുക, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പൈസ തരണം എന്ന് പറഞ്ഞു. അത് അപ്പോൾ പറഞ്ഞു തരാം ചേച്ചി, എല്ലാത്തിനും പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, യൂൻസെ ഞങ്ങൾ ഏതായാലും യൂൻസിൻ്റെ വീട്ടിലോട്ട് വരുക, യൂൻസൊക്കെ വെക്കുന്ന കഞ്ഞിന്ന് ഞങ്ങൾ കുറച്ച് കഴിച്ചോളാം, എന്നാലും ഞങ്ങൾ അവിടെ ഇരിക്കുക, ഇവിടെ പട്ടിണി കിടക്കുന്നില്ല, നല്ല നിങ്ങളുടെ വീട്ടിലോട്ട് വരികയല്ലേ എന്ന് ചോദിച്ചപ്പോൾ യൂൻസ് പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമല്ല, നിങ്ങൾ ബാങ്കുമായിട്ട് സമീപിക്കുക, ബാങ്കിൽ ചെന്ന് കാണാം, അല്ലാതെ പറ്റത്തില്ല എന്ന്. അന്നേരമാണ് ആ ഒരു വാക്ക് യൂൻസിൻ്റെ വായിൽ നിന്ന് വരുന്നത്. ഇത്രയും നാളെ യൂൻസാണ് ഞാൻ തന്നോളാം, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഇത്രത്തോളം നീട്ടിയത്. കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ വന്ന് സെക്രട്ടറിയെ കണ്ടു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു അടുത്ത ബുധനാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് ഈ 6 ഇട്ടതിൽ 2 ലക്ഷം രൂപയായാലും തരണം, ഞങ്ങൾ ഒത്തിരി ബാധ്യത പെട്ടിട്ടുണ്ട്, അവർക്ക് കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞു. ഇന്നായപ്പോൾ സെക്രട്ടറി ഇല്ല, മറ്റാരും ഇല്ല.
ഇതോടെയാണ് സഹകാരികളിൽ ചിലർ പ്രതിഷേധവുമായി ബാങ്കിലിരുന്നത്. അടുത്ത ദിവസം മുതൽ തുടർ സമരം നടത്താനുള്ള ഒരുക്കത്തിലാണ് നിക്ഷേപകർ. ബാങ്കിന്റെ ഹെഡ് ഓഫീസായ നെടുങ്കണ്ടത്ത് നിന്നും മുൻ ഭരണസമിതിയും മുൻ ജീവനക്കാരും ചേർന്ന് 3,66 ലക്ഷം രൂപ തട്ടിയെടുത്തതിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. കുമളി ശാഖാ മാനേജർ 1,28 ലക്ഷം രൂപ തട്ടിയെടുത്തതിലും കേസുണ്ട്. വണ്ടിപ്പെരിയാർ ടൗണിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. മാർക്കറ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കടകളിലാണ് മോഷണം നടന്നത്. ഇതിൽ ചിക്കൻ സെന്ററിൽ നിന്ന് 8,000 രൂപയും മോഷ്ടാവ് അപഹരിച്ചു. പോലീസും ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. വണ്ടിപ്പെരിയാർ മാർക്കറ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന 3 വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. വ്യാപാര സ്ഥാപനങ്ങളുടെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ഇതിൽ ചിക്കൻ സെന്ററിൽ നിന്നും 8,000 രൂപയും മോഷ്ടാവ് അപഹരിച്ചു. മറ്റു 2 കടകളിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടില്ല. വ്യാപാരികൾ വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരമറിയിച്ചതനുസരിച്ച് പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. തുടർന്ന് ഫിംഗർ പ്രിന്റ് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇതിൽ ഒരു വ്യാപാര സ്ഥാപനത്തിലെ CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞെങ്കിലും മുഖംമൂടി ധരിച്ചിരുന്നതിനാൽ ആളെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അടിമാലി ഇരുമ്പ് പാലത്ത് പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോറിൽ മോഷണം നടന്നതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണവുമായി പോലീസ്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത്. സ്ഥാപനത്തിന്റെ പൂട്ടുകൾ തകർത്ത നിലയിലായിരുന്നു. സ്ഥലത്ത് ഡോഗ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തി. അടിമാലി സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇരുമ്പ് പാലത്തെ നീതി മെഡിക്കൽ സ്റ്റോർ. സ്ഥാപനത്തിൽ മോഷണം നടന്നതുമായി ബന്ധപ്പെട്ടാണ് അടിമാലി പോലീസ് തുടരന്വേഷണം നടത്തുന്നത്. സ്ഥാപനത്തിൽ നിന്നും 3,500 രൂപയോളം മോഷണം പോയതായാണ് വിവരം. രാത്രിയിൽ സ്ഥാപനത്തിന്റെ പൂട്ടുകൾ തകർത്തായിരുന്നു മോഷണം നടന്നത്. പൂട്ടുകൾ തകർന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി സ്ഥലത്ത് ഡോഗ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തി. ഇവിടെ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടെങ്കിലും ജാക്കറ്റും മറ്റും ധരിച്ചിരിക്കുന്നതിനാൽ ദൃശ്യം വേണ്ടവിധം വ്യക്തമല്ലെന്നാണ് സൂചന. മൂന്നാറിൽ വീണ്ടും കാറിൽ അപകടയാത്ര. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനത്തിലെ യാത്രക്കാരാണ് ദേശീയപാതയിലൂടെ അപകടകരമാം വിധം യാത്ര ചെയ്തത്. കഴിഞ്ഞ ദിവസം കാറിൽ സാഹസിക യാത്ര നടത്തിയ തെലങ്കാന സ്വദേശികൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു. മൂന്നാറിലെ റോഡുകളിൽ നടക്കുന്ന അപകട യാത്ര ഒഴിയുന്നില്ല. തെലങ്കാന സ്വദേശികൾ കഴിഞ്ഞ ദിവസം നടത്തിയ നിയമലംഘനത്തിന് പിന്നാലെ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള മറ്റൊരു വാഹനത്തിലും യുവാക്കൾ അപകടകരമായ നിലയിൽ യാത്ര നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പെരിയാകനാൽ വെള്ളച്ചാട്ടത്തിന് സമീപം വച്ച് യുവാക്കൾ നടത്തിയ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങളാണ് ഇത്. തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഇവരെന്നാണ് വിവരം. കാറിന്റെ പിൻസീറ്റിലെ ജനാലയിലൂടെ ശരീരം പാതി പുറത്തിട്ട് മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചായിരുന്നു യാത്ര. കഴിഞ്ഞ ദിവസം തെലങ്കാന സ്വദേശികളും സമാന രീതിയിൽ യാത്ര നടത്തിയിരുന്നു. ഇവരുടെ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുക്കുകയും തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തു. അടിമാലി എക്സൈസ് റേഞ്ച് സംഘം ആരോഗ്യ വിഭാഗവുമായി ചേർന്ന് അടിമാലിയിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സ്കൂൾ പരിസരം ഉൾപ്പെടെ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടന്നത്. പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം സൂക്ഷിച്ചവർക്കെതിരെ തുടർ നടപടി സ്വീകരിച്ചു. പുതിയ അധ്യയന വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് അടിമാലി എക്സൈസ് റേഞ്ച് സംഘം ആരോഗ്യ വിഭാഗവുമായി ചേർന്ന് ടൗണിലെ വിവിധ മേഖലകളിൽ പരിശോധന നടത്തിയത്. സ്കൂൾ പരിസരത്തെ വിവിധ കടകളിൽ പരിശോധന നടന്നു. പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 70 പാക്കറ്റോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇത്തവണത്തെ അധ്യയന വർഷം തുടങ്ങിയത് മുതൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സംയുക്തമായി സ്കൂൾ പരിസരങ്ങളിലും ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളിലും പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് അടിമാലി പഞ്ചായത്ത് ആരോഗ്യ വിഭാഗവുമായി ചേർന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സ്കൂൾ പരിസരങ്ങളിലെയും ടൗണിലെയും വിവിധ കടകളിൽ പരിശോധന നടത്തി വരികയാണ്. വിവിധ കടകളിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പരിശോധന നടന്നു വരികയാണ്. ഇനിയും ഇത്തരം പരിശോധനകൾ തുടരും. അടിമാലി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിലുമോൻ, JHIമാരായ LB ബേബി,
അമർനാഥ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപ് KV, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സച്ചു ശശി, ആലം അസഫ് ഖാൻ, രാജദുരൈ P എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം സൂക്ഷിച്ചവർക്കെതിരെ തുടർ നടപടി സ്വീകരിച്ചു. ഉപ്പുതറ കൃഷിഭവനിലെ കുരുമുളക് സമിതിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൃഷിഭവന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് ധർണ ഉദ്ഘാടനം ചെയ്തു. കുരുമുളക് സമിതി പ്രസിഡന്റ് പഞ്ചായത്തിന്റെ പരിധിയിലില്ലാത്ത അർഹതയില്ലാത്ത കർഷകർക്കാണ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തതെന്നാണ് ഇവരുടെ ആരോപണം. കർഷകർക്ക് ആവശ്യമായ മെമ്പർഷിപ്പ് സമിതി നൽകുന്നില്ലെന്നും കർഷക കോൺഗ്രസ് ആരോപിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് സമരം ഉദ്ഘാടനം ചെയ്തു. സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് ആ സമിതിയിൽ അംഗമല്ലാത്തവർക്കും ആനുകൂല്യങ്ങൾ വിതരണം നടത്തുകയും പഞ്ചായത്തിന്റെ ഏരിയ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ശക്തമായ ആരോപണം. മറ്റൊന്ന്, ഇവിടെയുള്ള കൃഷിക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല. രണ്ട് വളരെ ഗുരുതരമായ ആരോപണമാണ്. അത് ഈ കൃഷി ഓഫീസറുടെ ഡയറക്റ്റ് നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. അതായത് കുരുമുളക് സമിതികൾ കൃത്യമായും അത് നിയന്ത്രിക്കുന്നത് കൃഷിഭവനാണ്. അപ്പോൾ അവിടെ കുരുമുളക് സമിതിയിൽ ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുക എന്നുള്ളത് ഒരു വളരെ പ്രധാനം. എല്ലാ കൃഷിക്കാർക്കും മെമ്പർഷിപ്പ് കൊടുക്കണം. അവിടെ അത് 2 3 വാർഡാണ് ഓരോ സ്ഥലത്ത്, ഞങ്ങളുടെയൊക്കെ എവിടെയുണ്ട്. അപ്പോൾ 2 3 വാർഡുകളാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ 3 വാർഡിലുള്ള ആളുകൾക്ക് മുഴുവനായ മെമ്പർഷിപ്പ് കൊടുക്കണം. ആ മെമ്പറായ അംഗങ്ങൾ എന്ന് പറയുന്നത് പഞ്ചായത്തിന് പരിധിയിലുള്ളവരായിരിക്കണം. പരിധിക്ക് പുറത്തുള്ള ആർക്കും കൊടുക്കാൻ നിയമപരമായ അനുവാദമില്ല. അത് അടുത്ത പഞ്ചായത്തിൽ ഈ സമിതിയുണ്ട്. അപ്പോൾ ആ പഞ്ചായത്ത് പരിധിക്ക് വെളിയിലുള്ള ആളുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ ക്രമക്കേടും അഴിമതിയുമാണ്. അതിനെതിരെ നടപടിയുണ്ട്. അതിനൊരു പരാതി കൊടുത്ത് അന്വേഷിക്കുന്നില്ല എങ്കിൽ അന്വേഷിപ്പിക്കുവാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അന്വേഷിപ്പിക്കും. അതിനുള്ള നടപടികളൊക്കെ ഉണ്ട്. നമുക്ക് വിജിലൻസും മറ്റു ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഉണ്ട്. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി മഞ്ഞനാമറ്റം അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ, ജോർജ് ജോസഫ്, PM വർക്കി പൊടിപാറ, PT തോമസ്, സിനി ജോസഫ്, MP ഫിലിപ്പ്, G ബേബി, VK കുഞ്ഞുമോൻ, വിജയകുമാർ തോമസ്, CJ ജോണി എന്നിവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയെ അയൽവാസിയായ യുവാവ് മർദ്ദിച്ചതായി പരാതി. സംഭവം നടന്ന് 3 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കേസെടുത്തില്ലെന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിച്ചു. കഴിഞ്ഞ ദിവസമാണ് പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നത്. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ സുജിത് സ്കൂൾ വിട്ടതിനു ശേഷം തിരികെ മഞ്ചുമല പഴയകാട്ടിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഈ സമയം യാതൊരു പ്രകോപനവുമില്ലാതെ അയൽവാസിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. വയറിൽ ഇടിക്കുകയും നിലത്തിട്ട് വലിക്കുകയും ചെയ്തു. തുടർന്ന് കഴുത്തിന് പിടിച്ച് മുകളിലേക്ക് ഉയർത്തുകയായിരുന്നുവെന്ന് സുജിത്ത് പറയുന്നു. வந்து வேற ஒரு பையன் இருந்ததுக்கு உடனே நான் தான் இருந்தேன்னு சொல்லி இனி கெட்ட பேச்சு கீழே வந்து பேசினேன். ரொம்ப பேசிட்டு ஆட்டோ எடுத்துட்டு ஃபாஸ்ட்டாக வந்துச்சு. ஒரு 2 பையன்மாரு பின்னாடி வந்துருந்தாங்க. இப்போ ஒரு பையன் சொல்லியிருக்கோம், அந்த பையன் தான் இருந்தான்னு சொன்னோடனே வந்து அந்த அதில் பிடிச்சி இப்படி நெஞ்சிட்டு பிடிச்சி இங்கே பிடிச்சி கழுத்து பிடிச்சி தூக்கி இங்கேனே ஒரு குத்திட்டு அடித்த உடனே இந்த இடமும் ரொம்ப வீங்கி ஒரு மாணிக்க இருந்துச்சு. வந்து நான் அழுதுகிட்டே இங்கிட்டு போனோடனே அந்த அண்ணே படக்குன்னு வந்து இப்படி பிடிச்சி இப்படி தள்ளி விட்டுட்டு போயிடுச்சு. இது பண்ணி நான் ஆச்சிக்கிட்ட சொன்னோடனே ஆச்சி தான் வந்து சண்டை போயிடுச்சா. സംഭവശേഷം വീട്ടിലെത്തിയ സുജിത്ത് വല്യച്ഛനോടും വല്യമ്മയോടും കാര്യം പറഞ്ഞു. ഈ സമയം സുജിത്തിന്റെ കാലിലൂടെ മൂത്രവും രക്തവും ഒഴുകിയിരുന്നു. ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചെങ്കിലും ഒത്തുതീർപ്പിനാണ് പോലീസ് ശ്രമിച്ചതെന്നും ഇവർ ആരോപിക്കുന്നു. കൊച്ചി കാലുവഴി മൂത്രമൊഴിച്ചുകൊണ്ട് ഓടി വന്നു. ഞാൻ ചോദിച്ചു, എന്നോട് ആരുമായിട്ട് വഴക്കുണ്ടാകുന്നതെന്ന് ചോദിച്ചു. പറയാൻ കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ ഒരുമാതിരി ശ്വാസം മുട്ടി കരഞ്ഞുകൊണ്ട് എന്നെ എൻ്റെ വായി ഇങ്ങനെ കയ്യിൽ നിന്ന് മേടിച്ചപ്പോൾ വായി പൊട്ടി ഇങ്ങനെ ബുക്കൊക്കെ താഴെ പോയി. ഞാനങ്ങനെ ഇട്ടിട്ട് എന്നെ ഇങ്ങനെ കുലുക്കി ചോദിച്ചപ്പോൾ ഒരു മാമ എന്നെ താടി വെച്ച മാമ എന്നെ പിടിച്ച് തള്ളി അടിച്ച് നോക്കിയപ്പോൾ കാല് നോക്കിയപ്പോൾ കാല് മൂത്രവും ചോരയും കൂടെ കാലയിലിരുന്ന് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരെ കടയിൽ പോയി. താഴെ വില്ലേജിലായിരുന്നു അവരുടെ കട. ഞങ്ങളുടെ കൊച്ചി ഇങ്ങനെ ചെയ്തു. ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഒച്ച ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ സ്റ്റേഷനിൽ പോയി. സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസുകാർ ഞാൻ പോയി പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു അവനെ വിളിപ്പിച്ചു, നമ്പർ ചോദിച്ചു. അവരെയും വിളിപ്പിച്ച് ചോദിച്ചു, കുഞ്ഞു കൊച്ചിനെ ഇങ്ങനെ തല്ലാവോ, 5ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിന് എന്തുമാത്രം പ്രായം കാണും, ഇങ്ങനെ ചെയ്യാമോ എന്ന് പോലീസുകാർ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ട് അവനെ എൻ്റെ നേരെ കുറേ ചാടി. ഞങ്ങൾ അതോടെ പോലീസ് വന്നു, ചില നല്ല വയറ് വേദനയുണ്ട്, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് അങ്ങനെ വന്ന് ഞങ്ങൾ ഇവിടെ അഡ്മിറ്റായി. കുട്ടിക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ അച്ഛൻ ഉപേക്ഷിച്ചു പോവുകയും അമ്മ വേറെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു. ഇതുകൊണ്ട് തന്നെ വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും സംരക്ഷണത്തിലാണ് കുട്ടി ഇപ്പോൾ.
സംഭവത്തിന് ശേഷം കടുത്ത വയറുവേദന അനുഭവപ്പെട്ടതോടെ വിദഗ്ധ ചികിത്സ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിക്കാത്തതിനാൽ ചൈൽഡ് ലൈനിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ആറിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീടും റോഡും അപകടാവസ്ഥയിലായതോടെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഒന്നാകെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെത്തി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ശക്തമായ മഴയെ തുടർന്ന് കക്കാട്ടുകടയിൽ ആറിന്റെ സംരക്ഷണ ഭിത്തി ഇടിയുകയും വീട് അപകടാവസ്ഥയിലാവുകയും ചെയ്തത്. അതോടൊപ്പം മേഖലയിലെ നിരവധിയായ കുടുംബങ്ങളുടെ യാത്രാമാർഗവും തടസ്സപ്പെട്ടിരുന്നു. കാഞ്ചിയാർ കക്കാട്ടുകടയിലാണ് ആറിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ റോഡ് ഇടിഞ്ഞു താഴുകയും സമീപമുള്ള വീട് അപകടാവസ്ഥയിലാക്കുകയും ചെയ്തത്. തുടർന്ന് മഴ ശക്തമായതോടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ ഭാഗത്ത് വലിയ അള്ള് രൂപപ്പെടുകയും വീട് പൂർണ്ണമായി അപകടാവസ്ഥയിലാവുകയും ചെയ്യുകയായിരുന്നു. ഇതോടെ വീട്ടുകാർ വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം നടത്തിയിരുന്നു. നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞതല്ലാതെ ഫലമുണ്ടായില്ല. ഇതോടെയാണ് വീണ്ടും പ്രതിഷേധവുമായി വില്ലേജ് ഓഫീസിൽ കുടുംബം പോകാനിരിക്കെ പ്രദേശവാസികൾ ഒന്നാകെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന് മുന്നിലെത്തിയത്. നമ്മുടെ കാഞ്ചിയാർ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ അവിടെ പാലത്തിൻ്റെ പണി നടന്നതിനാൽ താൽക്കാലികമായിട്ട് റോഡ് കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ റോഡ് ഇടിഞ്ഞു പോവുകയും ആ പ്രദേശത്ത് താമസിക്കുന്ന ജോമോനും കുടുംബവും ആ വീടിന് ഭീഷണിയായ സമയത്ത് നാട്ടുകാരൊന്നടങ്കം ആ വീടിന് സംരക്ഷണം കൊടുക്കുകയും അതിനിപ്പുറത്ത് താമസിക്കുന്ന 100ഓളം കുടുംബങ്ങൾക്ക് റോഡിന് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആ നാട്ടിലെ ഒന്നടങ്കം ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വന്ന് ഈ വിഷയം ധരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും വന്ന് ഈ സ്ഥലം സന്ദർശിച്ച് അടിയന്തരമായ നടപടികൾ സ്വീകരിച്ച് ആ വീടിന് സംരക്ഷണം ഒരുക്കി കൊടുക്കാമെന്നും നിലവിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് അവിടെ ചെക്ക് ഡാമും ആ തോടിന് സംരക്ഷണ ഭിത്തിയും കെട്ടുമൊക്കെ ഉണ്ട്. അതിൻ്റെ TS ഒക്കെ പാസ്സാകുന്ന സമയത്തിന് മുമ്പ് അടുത്ത ഒരു മഴ വന്നാൽ പോലും ആ വീടിന് സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ പിരിയുകയാണ്. നിലവിൽ മേഖലയിലെ നിരവധി കുടുംബങ്ങളുടെ സഞ്ചാരമാർഗവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. സഞ്ചാരമാർഗത്തിനായി താൽക്കാലിക പരിഹാരം ഉണ്ടാക്കിയെങ്കിലും വീടിന്റെ അപകടാവസ്ഥ പരിഹരിക്കാനോ ഭാഗികമായി തകർന്ന പാത സഞ്ചാരയോഗ്യമാക്കാനോ നടപടി ഉണ്ടായിരുന്നില്ല. വിഷയം പരിഹരിക്കുമെന്ന ഉറപ്പിന്മേൽ ആളുകൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും പിരിഞ്ഞു. കാഞ്ചിയാർ കക്കാട്ടുകടയിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ സ്ഥലത്ത് അപകട ഭീഷണി ഒഴിവാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അധികൃതർ സ്ഥലത്ത് നേരിട്ടെത്തിയാണ് നടപടി സ്വീകരിച്ചത്. കാഞ്ചിയാർ കക്കാട്ടുകടയിലാണ് ആറിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ അപകട ഭീഷണി ഉയർന്നത്. ഇതോടെ നിരവധി പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. പ്രദേശവാസികൾ ഒന്നടങ്കം പഞ്ചായത്തിൽ എത്തിയതിന് പിന്നാലെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അധികൃതർ സ്ഥലത്തെത്തി അടിയന്തര നടപടി സ്വീകരിക്കാൻ തയ്യാറായത്. മഴവെള്ളപ്പാച്ചിലിനെ തുടർന്ന് രൂപപ്പെട്ട അള്ള് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നികത്താനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇവിടെ അപകട ഭീഷണിയിലുള്ള വീടിന് എല്ലാ സുരക്ഷയും ഉറപ്പാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ പറഞ്ഞു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ 7-8 വാർഡുകളെ തമ്മിൽ ബന്ധിക്കുന്ന കുരുവടിപ്പടി പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു റോഡുണ്ടായിരുന്നു. ആ റോഡ് അപകടാവസ്ഥയിലായി. പക്ഷേ കഴിഞ്ഞ മഴയത്ത് സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചത്. വീണ്ടും ഇന്ന് മഴ കുറഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും പണി പുനരാരംഭിച്ചിട്ടുണ്ട്. ആ വീടിന് സംരക്ഷണം നൽകുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്ത് ഒന്നടങ്കം ഇടപെട്ടുകൊണ്ട് ഉള്ള നടപടികൾ പൂർത്തിയായിട്ട് ഇപ്പോൾ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട മുഴുവൻ സംരക്ഷണവും കൊടുക്കുന്നതിന് പഞ്ചായത്തും അതിൻ്റെ ഭരണാധികാരികളുമെല്ലാം പ്രതിജ്ഞാബദ്ധമാണ്. അവർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും. നിലവിൽ താൽക്കാലിക വരുവാണ്. അവിടെ ഒരു VCB വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ VCBയും അതിൻ്റെ ചുറ്റുമുള്ള സൈഡുകളെല്ലാം കെട്ടി ബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള പദ്ധതി DPR-ആയി അതിൻ്റെ TS-ന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പം ഈ അടുത്ത വേനൽക്ക് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിക്കും. നിലവിൽ താൽക്കാലിക നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. സമീപത്ത് ചെക്ക് ഡാം നിർമ്മിക്കാനുള്ള നടപടികൾ നടന്നുവരികയാണ്. ചെക്ക് ഡാം നിർമ്മാണത്തോടനുബന്ധിച്ച് മേഖലയിൽ പൂർണ്ണമായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. രാജാക്കാട് കുരുവിള സിറ്റിക്ക് സമീപം വാഹനാപകടം. കാറും ഇരുചക്ര വാഹനവും കൂട്ടിയിടിച്ച് ഇരുചക്ര വാഹന യാത്രികനായ തോട്ടം തൊഴിലാളിക്ക് പരിക്കേറ്റു. ബൈസൺവാലി പൊട്ടൻകാട് സ്വദേശി കണ്ണൻ നടരാജനാണ് പരിക്കേറ്റത്. ഇയാളെ രാജകുമാരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. കുരുവിള സിറ്റി ഭാഗത്തു നിന്നും വന്ന ഇരുചക്ര വാഹനം ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടയിൽ എതിർദിശയിലെത്തിയ വാഹനത്തിലിടിക്കുകയായിരുന്നു. കട്ടപ്പന നഗരത്തിൽ പ്രവർത്തനരഹിതമായ ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഉടൻ നന്നാക്കുമെന്ന് നഗരസഭ. നഗരത്തിന്റെ പല മേഖലകളിലുമുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകൾ മിഴിയടച്ചിട്ട മാസങ്ങൾ കഴിഞ്ഞിരുന്നു.
കട്ടപ്പന നഗരത്തിലെ സെൻട്രൽ ജംഗ്ഷൻ, പള്ളിക്കവല, ഇടശ്ശേരി ജംഗ്ഷൻ, KSRTC ജംഗ്ഷൻ, 20 ഏക്കർ, സെന്റ് ജോൺസ് ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായി കിടക്കുന്നതിനാൽ ജനം വലയുകയാണ്. ഏറെ തിരക്കനുഭവപ്പെടുന്ന മേഖലയായ ഇവിടെയെല്ലാം ലൈറ്റ് പ്രവർത്തിക്കാതായതോടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വെളിച്ചം മാത്രമാണ് ആശ്രയം. പള്ളിക്കവലയിലെ ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തിക്കാത്തതിനാൽ നിത്യാരാധന ചാപ്പലിൽ മോഷണം നടത്താൻ തസ്കറിന് ഏറെ എളുപ്പമായിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ കഴിഞ്ഞ കൗൺസിൽ മീറ്റിംഗിൽ വിഷയം ചർച്ചയായി. ഹൈമാസ്റ്റ് ലൈറ്റുകൾ അടിയന്തരമായി പ്രകാശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാർപ്പായിൽ പറഞ്ഞു. വിവിധ സ്ഥലങ്ങളിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ കേടായി കിടക്കുന്നത് നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കൗൺസിലിലും ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി. കട്ടപ്പന ടൗണിലെ 4-5 ഹൈമാക്സ് ലൈറ്റുകളും വാർഡുകളിലെ ചുരുക്കം ചില ഹൈമാക്സ് ലൈറ്റുകളും കേടായി കിടക്കുന്നതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നഗരസഭ തീരുമാനമെടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അത് നന്നാക്കുന്നതിനുള്ള മെയിൻ്റനൻസ് ചെയ്യുന്നതിനുള്ള ആളുകളുമായി ബന്ധപ്പെടുകയും അവർ എത്രയും വേഗം വന്നാൽ അതിൻ്റെ മെയിൻ്റനൻസ് നടപടികൾ നടത്താമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. അതനുസരിച്ച് സെൻട്രൽ ജംഗ്ഷനിലെ ലൈറ്റ് ആദ്യം നന്നാക്കുന്നതിന് വേണ്ടി അതിൻ്റെ സമീപത്തുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീക്കി ഉള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി ലൈറ്റുകളും ഉടൻ തന്നെ നന്നാക്കുന്നതായിരിക്കും. ലൈറ്റുകൾ വർഷത്തിൽ 1 സർവീസ് നടത്തണമെങ്കിലും കമ്പനികൾ തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഒരു ലൈറ്റ് മാറണമെങ്കിൽ 5000 രൂപയാണ് വേണ്ടിവരുന്നത്. 6 ലൈറ്റുകളടങ്ങിയ ഹൈമാസ്റ്റ് ലൈറ്റുകൾ എത്രയും വേഗം പ്രകാശപൂരിതമാക്കുമെന്നും അധികൃതർ പറഞ്ഞു. കാഞ്ചിയാർ കോവിൽമലയിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി. ഇതോടെ രാത്രികാലങ്ങളിൽ ഇവിടെ സാമൂഹിക വിരുദ്ധ ശല്യം രൂക്ഷമാണ്. ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കോവിൽമലയിലെ വഴിവിളക്കുകൾ മിഴിയടച്ചിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. നിരവധി തവണ പഞ്ചായത്തിനെ വിവരമറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല. പ്രധാന ഇടങ്ങളിലെല്ലാം ഹൈമാസ്റ്റ് ലൈറ്റുകൾ മിഴിയടച്ചതോടെ സാമൂഹിക വിരുദ്ധ ശല്യവും രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കോഴിമല ഗവൺമെന്റ് LP സ്കൂളിന്റെ വാതിൽ കിടക്കുന്ന ലൈറ്റ് ഹൈമാസ്റ്റ് ലൈറ്റ് ഇവിടെ പോയിട്ട് 2 വർഷം മിച്ചം കഴിഞ്ഞു. അത് ഇവിടെ ലൈറ്റ് ഇല്ലാത്ത ഈ പരിസരവാസികൾക്ക് വളരെ ഒരു ബുദ്ധിമുട്ടാണ്. മദ്യപന്മാരുടെയും മറ്റ് ശല്യം കൂടുതലായിട്ട് ഇവിടെ അനുഭവപ്പെടുന്നു. അതിന് അത്യാവശ്യമായിട്ടും ഈ ലൈറ്റ് പുനഃസ്ഥാപിച്ച് ഇവിടെ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ജോലി കഴിഞ്ഞ് നിരവധി ആളുകൾ രാത്രികാലങ്ങളിൽ വീടുകളിലേക്ക് കാൽനടയായി ഇതുവഴി സഞ്ചരിക്കാറുണ്ട്. വഴിവിളക്കുകളുടെ അഭാവത്തിൽ ഭീതിയോടെയാണ് ഇവരുടെ യാത്ര. കൂടാതെ മേഖലയിൽ വന്യമൃഗശല്യവും രൂക്ഷമാണ്. ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അടിയന്തരമായി മിഴിയടച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രവർത്തനക്ഷമമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ബസ്സിനുള്ളിൽ കിടന്നു കിട്ടിയ സ്വർണ്ണമാല ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയായിരിക്കുകയാണ് 2 സ്വകാര്യ ബസ് ജീവനക്കാർ. മാങ്കുളം അടിമാലി കോതമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആരാധന ബസ്സിലെ ജീവനക്കാരാണ് കളഞ്ഞു കിട്ടിയ വിദ്യാർത്ഥിനിയുടെ സ്വർണ്ണമാല തിരികെ നൽകിയത്. അടിമാലിയിൽ നിന്നും കോതമംഗലത്തേക്ക് സ്വകാര്യ ബസ്സായ ആരാധന സർവീസ് നടത്തുന്നതിനിടയിലായിരുന്നു വിദ്യാർത്ഥിനിയുടെ സ്വർണ്ണമാല ബസ്സിനുള്ളിൽ വെച്ച് നഷ്ടപ്പെട്ടത്. ഇരുമ്പ് പാലത്തു നിന്നും ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ ബസ്സിൽ കയറിയിരുന്നു. ഇതിൽ കോളനിപ്പാലത്തിറങ്ങിയ വിദ്യാർത്ഥിനിയുടെ മാലയായിരുന്നു നഷ്ടമായത്. ബസ് നേര്യമംഗലത്തെത്തിയപ്പോൾ വിദ്യാർത്ഥിനിയുടെ ബന്ധുവെത്തി മാല നഷ്ടപ്പെട്ട വിവരം ബസ് ജീവനക്കാരെ അറിയിച്ചു. സർവീസിനിടെ ജീവനക്കാർ ബസ്സിനുള്ളിൽ ആദ്യം തിരച്ചിൽ നടത്തിയെങ്കിലും മാല കണ്ടെത്താനായില്ല. പിന്നീട് ബസ്സിന്റെ ഡോറിനരികിൽ നിന്നും മാല കണ്ടെത്തുകയും തിരികെ അടിമാലിയിലേക്കുള്ള സർവീസിനിടയിൽ വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കൾക്ക് ബസ് ജീവനക്കാർ മാല കൈമാറുകയും ചെയ്തു. ഇന്നലെ അടിമാലിയിൽ നിന്ന് 12 കോതമംഗലത്തേക്ക് പോയപ്പോൾ ഇരുമ്പാലം പള്ളിപ്പടിയിൽ നിന്ന് സൺഡേ സ്കൂൾ കഴിഞ്ഞ് കുറച്ച് അധികം പിള്ളേർ വണ്ടി കയറിയായിരുന്നു. കോളനിപ്പാലത്ത് ഇറങ്ങുന്ന കൊച്ചിൻ്റെ മാല പൊട്ടിപ്പോയായിരുന്നു. അത് ഞങ്ങളറിഞ്ഞില്ല. നേര്യമംഗലത്ത് വന്ന് കൊച്ചിൻ്റെ അമ്മയുടെ ആങ്ങള വണ്ടി കയറിയപ്പോൾ പറഞ്ഞു, മോനെ വണ്ടിക്കകത്ത് മാലയടി കിടപ്പുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ അന്നേരം നോക്കി കഴിഞ്ഞപ്പോൾ മാലയൊന്നും കിട്ടിയില്ല. യാത്രക്കാരെല്ലാം ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കുറേ ബംഗാളികളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇറങ്ങിപ്പോയി കഴിഞ്ഞ് സ്റ്റെപ്പിൽ നോക്കി കഴിഞ്ഞപ്പോൾ മാല സ്റ്റെപ്പിൽ കിടക്കുകയാണ്. സ്റ്റെപ്പിൽ നിന്ന് എടുത്ത് ആ ചേട്ടനെ വിളിച്ചു പറയുകയും ആ ചേട്ടനെ തിരിച്ചു വന്നപ്പോൾ കോളനിപ്പാലത്ത് വെച്ച് മാല കൈമാറുകയും ചെയ്തു. ബസ്സിലെ കണ്ടക്ടറായ പോത്താനിക്കാട് സ്വദേശി അഖിൽ, ഡ്രൈവറായ മാങ്കുളം സ്വദേശി ക്രിസ്റ്റോ എന്നിവരാണ് കളഞ്ഞു കിട്ടിയ മാല ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയായത്. ബസ് ജീവനക്കാരുടെ പ്രവൃത്തിക്ക് അഭിനന്ദനമർപ്പിച്ച നവമാധ്യമങ്ങളിലും നിരവധി ആളുകൾ എത്തി.
കുമളി വെള്ളാരംകുന്ന് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് GGK ഫിലിപ്പ് മുഖ്യ അതിഥിയായിരുന്നു. താരോദയം 2024 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികളുടെ കഴിവുകൾക്കും അഭിരുചിക്കും യോജിച്ച വിധം വിവിധ ക്ലബ്ബുകൾ ഉള്ളത് ഇന്ന് ശ്രദ്ധേയമാണ്. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ പുതുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. താരോദയം എന്ന പേര് സൂചിപ്പിക്കും വിധം നിരവധി താരങ്ങൾ വിവിധ മേഖലകളിൽ ഉണ്ടാകട്ടെയെന്ന് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് GGK ഫിലിപ്പ് പറഞ്ഞു. നല്ല അധ്യാപകർ ശാസ്ത്രജ്ഞന്മാരെ പോലെ ശാസ്ത്രത്തിൽ കണ്ടെത്തി ലോകത്തിന് കൊടുക്കുന്നവർ നല്ല അധ്യാപകർ പാഠപുസ്തകം പഠിപ്പിക്കുന്നവർ മാത്രമല്ല, അവർ കുട്ടികളിലെ പ്രതിഭകളെ കരികളിൽ നിന്ന് സ്വന്തമെടുത്തു കൊണ്ടുവരുന്ന പോലെ ലോകത്തിന് സമ്മാനിക്കുന്നത്. നിങ്ങളിലെല്ലാം ഒരുപാട് പ്രതിഭകളുണ്ട്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമാ നടന്മാരെയും കായിക താരങ്ങളെയും ഫോട്ടോ വെച്ച് ആരാധനയോടെ നോക്കുന്നവരുണ്ടാകും. മുഹമ്മദ് അലിയുടെയും ഹുസൈൻ ബോൾട്ടിന്റെയും ജോക്കോവിച്ചിന്റെയും വിരാട് കോഹ്ലിയുടെയും ഒക്കെ ഫോട്ടോ കൊണ്ട് റൊണാൾഡോയുടെയും അതുപോലെ മെസ്സിയുടെയും ഫോട്ടോ വെച്ച് ആരാധിക്കുന്നവരുണ്ടാകും. കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ ചിത്രം ആ സ്ഥാനത്തേക്ക് വരും. അങ്ങനെ വരാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ. ഭാഷാ പദ്ധതിയുടെ ഭാഗമായി സ്പൈസസ് ബോർഡ് വൈസ് പ്രസിഡന്റ് സ്റ്റെനി പോത്തൻ സ്പോൺസർ ചെയ്ത ദീപിക ദിനപത്രം സ്കൂൾ മാനേജർ കുട്ടികൾക്ക് വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ മിനി ജോൺ അധ്യക്ഷയായിരുന്നു. റെജി ടി തോമസ്, അസിസ്റ്റന്റ് മാനേജർ ഫാദർ എബിൻ തയ്യിൽ, PTA പ്രസിഡന്റ് ജോർജ് കണിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. AEM സ്കൂൾ ഓഫ് സ്കിൽ എന്ന സ്ഥാപനം കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. SSLC +2 കഴിഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രായഭേദമന്യേ വളരെ കുറഞ്ഞ ചിലവിൽ വിദേശത്തും സ്വദേശത്തുമായി ജോലി നേടുവാൻ സാധിക്കുന്ന പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് കോഴ്സാണ് ആരംഭിച്ചിരിക്കുന്നത്. കട്ടപ്പന ഇടശ്ശേരി ജംഗ്ഷനിലുള്ള AM ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. മാർ പീലക്സിനോസ് സക്രിയാസ് മെത്രാപ്പൊലിത്ത യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ ഒരു പ്ലാനിങ്ങിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ നിർമ്മാണത്തിലിരിക്കുന്ന കോട്ടയത്ത് ഏകദേശം 82ഓളം മുറികൾ ഉള്ള ഒരു റിട്ടയർമെൻറ്റ് ഹോം തന്നെ നമ്മൾ നിർമ്മിക്കുക. സാധുക്കൾക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ 41ഓളം രോഗികളെ നോക്കുന്നതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സൗജന്യമായിട്ടാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തുടങ്ങുന്ന റിട്ടയർമെൻറ്റ് ഹോം എന്ന് പറയുന്നത് ഒത്തിരി പേരുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് തുടങ്ങുന്നത്. ഒരു പെയ്ഡ് ഹോമാണ്. മൂവാറ്റുപുഴയിൽ നമ്മളിപ്പോൾ 60ഓളം രോഗികളെ ശുശ്രൂഷിക്കുന്നൊരു ഹോം ഈ സെപ്റ്റംബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യാം. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ പന്നേപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്തമപാണി അവിടെ ഒരു സെൻറ്റർ, ഒരു അനാഥശാലയാണ്. വൃദ്ധരായ ആളുകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള അനാഥശാല. അതിൻ്റെ സ്ഥലമൊക്കെ വാങ്ങിച്ച് പ്ലാനൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ശുശ്രൂഷ ചെയ്യാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ അനേകം കുട്ടികൾ എങ്ങോട്ടാണ് പോകേണ്ടത്, എന്ത് ജോലി ചെയ്യണം? നമ്മുടെ ഈ പഠിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം ജോലി ചെയ്ത് പണം സമ്പാദിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കൂടി ചെയ്യുവാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ സ്ഥാപനങ്ങൾ ഉയരുമ്പോൾ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ ഒരു ജോലി ഉറപ്പാക്കും. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കട്ടപ്പന നഗരസഭയിൽ ഇതുപോലെ ട്രെയിനിങ് കൊടുത്ത് അനേകം മക്കൾക്ക് ഇപ്പം ആർക്കും കട്ടപ്പനയിൽ ഇവിടെയൊന്നും നിൽക്കാൻ ആഗ്രഹമില്ല. അപ്പം എല്ലാവർക്കും വെളിരാജ്യത്തേക്ക് പോകണം. അത് എല്ലാവർക്കും ഹോം കെയറിൻ്റെ തന്നെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത്. നമ്മളിങ്ങനെ തുടങ്ങുന്നതിനകത്ത് ഒരുപാട് അഭിമാനമുണ്ട്. യാക്കോബായ സഭ ഇടുക്കി ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺ പഞ്ഞിക്കാട്ടിൽ കോർപ്പിസ്കോപ്പ, കോട്ടയം AEM സ്കൂൾ ഓഫ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഫാദർ ക്ലിമീസ് എൽദോ, കട്ടപ്പന AEM സ്കൂൾ മാനേജർ ഫാദർ സജോ P. മാത്യു, സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി, നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി, കൗൺസിലർ സിജോമോൻ ജോസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലംകുടി, ഷൈല PC തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ.
KG's Jewelry, കോട്ടയം കട since 1950. മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി. മൂന്നാർ ചെണ്ടുവര എസ്റ്റേറ്റ് ലോവർ ഡിവിഷനിലാണ് കാട്ടാന എത്തിയത്. ദിവസങ്ങൾക്ക് മുമ്പ് മറയൂർ മേഖലയിലൂടെയായിരുന്നു പടയപ്പ ചുറ്റിത്തിരിഞ്ഞിരുന്നത്. ഇവിടെ നിന്നും കാട്ടുകൊമ്പൻ വീണ്ടും മൂന്നാർ മേഖലയിലേക്ക് എത്തുകയായിരുന്നു. മഴക്കാലം ആരംഭിച്ചിട്ടും കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങുന്നില്ല. മറയൂർ മേഖലയിലൂടെ ചുറ്റിത്തിരിഞ്ഞിരുന്ന കാട്ടുകൊമ്പൻ തിരികെ മൂന്നാർ മേഖലയിലേക്ക് എത്തി. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് ആന ചെണ്ടുവര എസ്റ്റേറ്റ് ലോവർ ഡിവിഷനിൽ ഇറങ്ങിയത്. ജനവാസ മേഖലയിലൂടെ ഏറെ നേരം ചുറ്റിത്തിരിഞ്ഞ ആന എസ്റ്റേറ്റ് റോഡിൽ ഇറങ്ങി. തൊഴിലാളി ലയങ്ങളോട് ചേർന്ന കൃഷി ഇറക്കിയിരുന്ന പച്ചക്കറികൾ ഭക്ഷിച്ചു. മാട്ടുപ്പെട്ടി, കന്നിമല, കല്ലാർ മേഖലയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന പടയപ്പ മെയ് അവസാനത്തോടെയായിരുന്നു മറയൂർ മേഖലയിലേക്ക് പിൻവാങ്ങിയത്. നേരത്തെ പടയപ്പ തീറ്റ തേടി കല്ലാറിലെ പഞ്ചായത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സ്ഥിരമായി എത്തിയിരുന്നു. ഇവിടെ നിന്ന് ആന പച്ചക്കറി മാലിന്യത്തോടൊപ്പം പ്ലാസ്റ്റിക് തിന്നുന്നതായും വാർത്തകൾ പ്രചരിച്ചിരുന്നു. മഴക്കാലമായിട്ടും ആന ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങാത്തതിൽ ആളുകൾക്കിടയിൽ ആശങ്കയുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's Jewelry, കോട്ടയം കട since 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's Jewelry, കോട്ടയം കട since 1950. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 199, വിൽപ്പനയ്ക്ക് വന്നത് 51,333, വിൽപ്പന നടന്നത് 46,184. കൂടിയ വില 2,625, ശരാശരി വില 2,071. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 675 രൂപ, ഏലം കൂടിയ വില 2000, ഏലം ശരാശരി വില 1800. കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പൂ 975, കൊക്കോ 130, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,635 രൂപ, വെള്ളി 96. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's Jewelry, കോട്ടയം കട since 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. നിക്ഷേപത്തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഇടുക്കിയിൽ സഹകാരികളുടെ പ്രതിഷേധം. നിക്ഷേപകർ പ്രതിഷേധമിരുന്നത് നെടുങ്കണ്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിൽ. വർഷങ്ങൾക്ക് മുൻപ് നിക്ഷേപിച്ച തുകയുടെ മുതലും പലിശയും ലഭ്യമാകുന്നില്ലെന്ന നിക്ഷേപകർ. വണ്ടിപ്പെരിയാർ ടൗണിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നത് മാർക്കറ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കടകളിൽ. അടിമാലി ഇരുമ്പപാലത്ത് പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോറിൽ മോഷണം നടന്നതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണവുമായി പോലീസ്. മൂന്നാറിൽ വീണ്ടും കാറിൽ അപകടയാത്ര. ദേശീയപാതയിലൂടെ അപകടകരമാം വിധം യാത്ര ചെയ്തത് തമിഴ്നാട് രജിസ്ട്രേഷനിൽ ഉള്ള വാഹനത്തിലെ യാത്രക്കാർ. കഴിഞ്ഞ ദിവസം കാറിൽ സാഹസിക യാത്ര നടത്തിയ തെലങ്കാന സ്വദേശികൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു. അടിമാലി എക്സൈസ് റേഞ്ച് സംഘം ആരോഗ്യ വിഭാഗവുമായി ചേർന്ന് അടിമാലിയിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പരിശോധന നടന്നത് സ്കൂൾ പരിസരം ഉൾപ്പെടെ കേന്ദ്രീകരിച്ച പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം സൂക്ഷിച്ചവർക്കെതിരെ നടപടി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.